പ്രശസ്തമായ പാലം നമ്മുടെ നാട്ടിൽ, പഴക്കം ചെന്ന പാലം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ സെന്റ് മേരീസ് പാലം ഇപ്പോൾ പൊളിച്ചു പണിയേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കമ്മീഷന് വേണ്ടി മാത്രമാണ് ആ പാലം പൊളിച്ചു പണിത്. സാധാരണഗതിയിൽ പാലം പൊളിച്ചു പണിയുമ്പോൾ സഞ്ചാരിക്കാൻ അവിടെ സാധാരണഗതിയിൽ ബണ്ടിടുമായിരുന്നു. മുൻകാലങ്ങളിൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. മുൻകാലങ്ങളിൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് സഞ്ചാര യോഗ്യം, അവിടെ സഞ്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പാലം പൊളിക്കാറുള്ളൂ. പക്ഷേ ഈ കോൺട്രാക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ ബണ്ട് നിർമ്മിച്ച് സാധാരണക്കാരന് പോകാനുള്ള വഴി ഒഴുകാതെ ആ പാലം പൊളിച്ചത്. അപ്പോൾ ഈ നഗരസഭയ്ക്ക് എന്ത് ഉത്തരവാദിത്തം, ജനങ്ങളുടെ എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഒരു പ്രതിബദ്ധതയില്ലാത്തൊരു ഭരണസമിതിയാണ് ഈ നഗരം ഭരിക്കുന്നത്. എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത്? എന്ത് കമ്മീഷൻ കിട്ടുമെന്നാണ് നോക്കുന്നത്? അതുകൊണ്ട് ഈ പാലം പണിതാൽ അവരുടെ പാർട്ടിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടാണ് ഈ പാലത്തിന് നേരത്തെ പറഞ്ഞ കോൺട്രാക്ടർക്ക് ചെയ്യേണ്ട പ്രാഥമിക നടപടി ഒന്നും സ്വീകരിക്കാതെ പോയ നടപടിയാണ് ഈ ഗവൺമെന്റും ഈ നഗരസഭയും ചെയ്യുന്നത്. ഈ നഗരസഭ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ കൂടുതലായി ധരിപ്പിക്കുന്നില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു മുടക്കിനും ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കുളം കുഴിക്കുവാൻ പണം കിട്ടുന്നതിന് പ്രയാസമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പശുത്തൊഴുത്ത് പണിയുന്നതിന് നമുക്കറിയാം ഈ പദ്ധതി നടപ്പായിരുന്നെങ്കിൽ നമ്മളിവിടെ ഈ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി അനുസരിച്ച പദ്ധതികൾ നടപ്പിലാക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ ലൈഫ് പദ്ധതിയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വീടുകൾ ഒന്നും പണി തീരാതെ കിടക്കുകയാണ്. ഒരു ഗഡു കഴിച്ചവന്റെ വീടുകൾ പൊളിച്ചു. മഴക്കാലം വന്നു. ഇന്നലെ ഞാനൊരു വീടുകളിൽ പോയി. ആ വീട്ടിലെ അടുത്ത മാത്രം അടുത്ത ഗഡു കൊടുക്കാൻ പണം കിട്ടുന്നില്ല. അപ്പോൾ സാധാരണക്കാരന് വീട് വയ്ക്കാൻ നിവൃത്തിയില്ലാതെ മഴയിൽ കിടക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പശുത്തൊഴുത്തിന് 4 ലക്ഷം രൂപ, ഇവിടെ പശുത്തൊഴുത്തിന് സാധാരണക്കാരുടെ മനുഷ്യന്റെ ജീവിതത്തിന് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ, വിലവയ്ക്കുന്ന കൊടുക്കുമ്പോൾ 40 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ പശുത്തൊഴുത്തിന് കൊടുക്കുന്ന മുഖ്യമന്ത്രി നമ്മുടെ നാടിന് അപമാനമാണ്. മുഖ്യമന്ത്രിയെ കുളം കുഴിക്കുവാൻ നീന്തൽ കുളത്തിന് വേണ്ടി പണമുണ്ട്. സാധാരണക്കാരന്റെ വീട് വയ്ക്കാനുള്ള 4 ലക്ഷം രൂപ പോലും കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഗവൺമെന്റിന് അതിശക്തമായ സമര പോരാട്ടവുമായി ഐക്യ ജനാധിപത്യ മുന്നണി പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.